Hi students, in this section we are going to discuss about continuous random variables. Continuous random variables. We have already discussed there are two types of random variables. Random variables is categorized into two, discrete and continuous. We have already discussed discrete random variables. Today we are going to discuss about continuous random variables. What do you mean by continuous random variable? നമ്മൾ പറഞ്ഞിരുന്നു റാൻഡം വേരിയബിൾസിനെ നമ്മൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എക്സ് അല്ലെങ്കിൽ വൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റാൻഡം വേരിയബിൾസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ് ക്യാൻ അസ്യൂം സർട്ടൻ വാല്യൂസ്, ദറ്റ് ഈസ് x1, x2, എക്സെട്ര xn അല്ലേ. നമ്മളിങ്ങനെ പർട്ടിക്കുലർ വാല്യൂസ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? റാൻഡം വേരിയബിൾ എക്സ് ഇസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ക്യാൻ ടേക്ക് ഓൾ വാല്യൂസ് വേരിയിങ് ബിറ്റ്വീൻ സർട്ടൻ ലിമിറ്റ്സ്. അതായത് എക്സ് ക്യാൻ അസ്യൂം എനി വാല്യൂ ഫ്രം എ ബി. നമ്മളൊരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യണം. ഇൻ്റർവെല്ലിൽ ഏത് വാല്യൂ വേണമെങ്കിലും എക്സിനെ അസ്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ സച്ച് വേരിയബിൾസ് ആർ നോൺ ആസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പം ഒരു റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ്. എക്സ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ക്യാൻ ടേക്ക് all possible values between certain limits. നമ്മൾ എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്, വെയ്റ്റ്, ടെമ്പറേച്ചർ എക്സെട്ര അല്ലേ. ഇതിനൊക്കെ പർട്ടിക്കുലർ ഒരു ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൽ ഏത് വാല്യൂസ് വേണമെങ്കിലും അസ്യൂം ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ് അല്ലേ. അതായത് ഹൈറ്റ്, വെയ്റ്റ്, ടെമ്പറേച്ചർ എക്സെട്ര. അപ്പം ഇങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനെ ആണ് അല്ലെങ്കിൽ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പറഞ്ഞത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്യുന്നത്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിനെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ. അപ്പോൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? ഇഫ് എക്സ് ക്യാൻ അസ്യൂം ദ വാല്യൂസ് x1, x2, etc. xn, then if the corresponding values are p of x, then x1 ന് corresponding ആയിട്ടുള്ള പ്രോബബിലിറ്റി p of x1, p of x2, x2 ന് corresponding ആയിട്ടുള്ള p of x2, etc. xn ന് corresponding ആയിട്ടുള്ള p of xn ആണെങ്കിൽ സപ്പോസ് സിഗ്മ p of xi, ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1ഉം അതുപോലെ തന്നെ ഓരോ പ്രോബബിലിറ്റിയുടെ വാല്യൂം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ആണെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷനെ അല്ലെങ്കിൽ എക്സും കറസ്പോണ്ടിങ് പി ഓഫ് എക്സിലുള്ള ഈ ഒരു ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ നമ്മൾ ഈ എഴുതുന്നതിനെയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മളതിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ചില കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഓതേഴ്സ് തിരിച്ചു മറിച്ചൊക്കെ വിളിക്കാറുണ്ട്. ജനറലി കണ്ടിന്യൂസ് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് വെയർ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതുപോലെ തന്നെ ഈക്വൽ ടു 0 എൽസ്വെയർ. ഈ ഒരു പാറ്റേണിനെ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പം എക്സ് എന്ന് പറഞ്ഞൊരു റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ ആ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. അത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആവണമെങ്കിൽ ഏത് ഫംഗ്ഷനെ വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ ഇതാണ്, ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. നമുക്ക് PDF എന്ന് വേണമെങ്കിലും സിംപ്ലി പറയാം. ദ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഡിനോട്ടഡ് ബൈ f of x and has the following properties. അങ്ങനെയുള്ള ഒരു PDF-ന് ഈ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാവണം. പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് പറയാം. The PDF of a random variable x denoted by f of x has the following properties. First one ഇതാണ്,
എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. അതായത് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ഓൾസോ ഈക്വൽ ടു 0. രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കണം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പി ഓഫ് എക്സ് ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ അവിടെ നമ്മൾ സിഗ്മ പി ഓഫ് എക്സ് ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെ വരുന്ന കണ്ടീഷൻ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇൻ്റഗ്രൽ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു 1. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് സമ്മേഷൻ ആണ് വരിക. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ ആണ് വരിക. ദെൻ വൺ മോർ പ്രോപ്പർട്ടി, ദറ്റ് ഈസ് പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിരുന്നു. ദെൻ പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വരിക കേട്ടോ. ഇൻ്റഗ്രൽ പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് എയ്ക്കും ബിക്കും ഏതൊക്കെ വാല്യൂസ് ഉണ്ടെന്ന് നോക്കുക, ബിറ്റ്വീൻ ആയിട്ട് ഏതൊക്കെ വാല്യൂസ് ഉണ്ടെന്ന് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യും നമ്മളവിടെ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യും. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറഞ്ഞിരുന്നല്ലേ. അതിനെ സിമ്പിളി ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിലും പറയാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. എങ്ങനെയായിരുന്നു പറഞ്ഞത്? ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്നായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നല്ലേ. അതായത് പി ഓഫ് എക്സ് ഷുഡ് ബി അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഐ ഷുഡ് ബി പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഐ ആവുന്ന കേസ്. ദിസ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഐ ഷുഡ് ബി ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഐ. ദെൻ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെയുള്ളത് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇനി നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിമിലർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വേണമെങ്കിലും പറയാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ function, or this can be written as CDF, cumulative distribution function. The cumulative distribution function f of x, it is denoted by f of x, is of a continuous random variable x with PDF. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PDF വേണം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മളിവിടെ പറഞ്ഞില്ലേ, എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാനായിട്ട് ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെഫിനിഷൻ സെയിം ആണ്, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? എക്സ് ഐ വരെയുള്ള അല്ലെങ്കിൽ ഏത് വാല്യൂ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ വാല്യൂ വരെയുള്ള പ്രോബബിലിറ്റി വാല്യൂസിനെ ആഡ് ചെയ്ത് വരികയായിരുന്നു ചെയ്യുന്നത്. ഇവിടേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഡെഫിനിഷൻ വരിക? ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു എക്സ്. അതായത് പ്രോബബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ടു ഏത് വേരിയബിളാണോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വാല്യൂ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ എക്സ് വരെ -∞ മുതൽ എക്സ് വരെ നമ്മൾ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എഫ് ഓഫ് എക്സ് ഡി എക്സ് വെയർ -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. എക്സ് എന്ന് പറയുന്നത് -∞ക്കും ഇൻഫിനിറ്റിക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള ഏതൊരു പോയിൻ്റാണ്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന എഫ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഐ എന്നാണ്. ദെൻ അത് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിലേക്ക് ആകുമ്പോൾ അതിന് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഇതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാം കേട്ടോ. ദെൻ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എടുത്തു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു കേസ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ മീന് അതുപോലെ തന്നെ വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയായിരുന്നു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ മെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ
മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അത് ഇവിടെയും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ള നൊട്ടേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എങ്ങനെയായിരുന്നു? സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഓഫ് എക്സ് ഐ. അതായത് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ നിന്ന് ഓരോ എക്സ് വാല്യൂസിനും പ്രോബബിലിറ്റീസ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ ആഡിങ് ഓൾ ദീസ് വാല്യൂസ് ദെൻ വി ഗെറ്റ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. Then variance of x is denoted by variance of x, that's equal to, by definition this is equal to expectation of x square minus expectation of x the whole square ആയിരുന്നല്ലേ. ദെൻ എങ്ങനെയായിരുന്നു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം? ദാറ്റ്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആകുമ്പോൾ സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഓഫ് എക്സ് ഐ ആണല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരുമ്പോൾ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഐ. അതായത് തന്നിരിക്കുന്ന റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ എക്സ് വാല്യൂസിന് സ്ക്വയർ കാണും. അതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും ഉണ്ടെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് കാണാനായിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. സിമിലർ കൺസെപ്റ്റുകൾ തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് മീൻ ഡിഫൈൻ ചെയ്തിങ്ങനെയാണ്. മീൻ ഈസ് ഡിനോട്ടഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. ആ ഡെൻസിറ്റി ഫംഗ്ഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ദെൻ വി ഗെറ്റ് ദ mean value or expectation of x. Then what is variance of x? Variance of x equal to സെയിം ഡെഫിനേഷൻ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ സെയിം ഡെഫിനേഷൻ തന്നെയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദെൻ ഇവിടെ എങ്ങനെയായിരിക്കും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യും. അതായത് ഇവിടെ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യും ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും ആയിട്ടുള്ള ഡിഫറൻസുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഫോർമുലാസിലൊക്കെ ഡിഫറൻസ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ പ്രോബ്ലംസ് 1-2 ചെയ്യാം. ദെൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരിഫൈ വെദർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ബൈ മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞ അതേ എക്സാമ്പിളാണ്, മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു 0 എൽസ്വെയർ. ബാക്കി എല്ലായിടത്തും 0 ആണ്. -1 മുതൽ 1 വരെയുള്ളിടത്ത് മോഡ് എക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻ ബി ദ PDF means probability density function of a continuous random variable. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇത് ഒരു റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഏതൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 2 കണ്ടീഷൻ. നമ്മളവിടെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. ഓൾസോ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടണം? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1 കിട്ടണം. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് വരും? പി ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ പി ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1. അതിൻ്റെ നേരെ ഇവിടെ മാറും. ഇവിടെ വരുമ്പോഴത്തേക്കും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് വിളിക്കാം? ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ ഒന്നുകൂടി എടുത്തെഴുതാണ്. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഏത് കേസിൽ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ. ദെൻ അതുപോലെ തന്നെ 0 എൽസ്വെയർ. ദെൻ ഈ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനൊക്കെ നമുക്ക് ഫെമിലിയർ ആണല്ലേ. ദെൻ വാട്ട് ഈസ് മോഡുലസ് ഓഫ് 2? മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 2 ആണ്. ദെൻ മോഡുലസ് ഓഫ് 5 എന്ത് വരും? അല്ലെങ്കിൽ 5.5 എന്താ വരിക? ദറ്റ് ഈസ് ഈക്വൽ ടു 5.5 വരും അല്ലേ. ദെൻ വാട്ട് അബൌട്ട് മോഡുലസ് ഓഫ് -2? മോഡുലസ് ഓഫ് -2, മോഡുലസ് വാല്യൂ ഓഫ് -2 ഈസ് 2 ആബ്സല്യൂട്ട് വാല്യൂ അല്ലേ. അതുപോലെ മോഡുലസ് വാല്യൂ ഓഫ് -7.5 എന്താ വരിക? ദറ്റ് ഈസ് 7.5 വരും അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ നമ്പർ തന്നെ സെയിം നമ്പർ തന്നെയാണ് വരിക. അതേസമയം നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി മൈനസ് ഓഫ് -2 അല്ലേ. അപ്പം ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പറിൻ്റെ നെഗറ്റീവാണ് നമ്മൾ
ചൂസ് ചെയ്യുന്നത്, മോഡുലസ് ഓഫ് -2 ആയിട്ട്. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജനറലായിട്ടാണ് പറയുന്നത്, ഈ കേസിലല്ല, ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്. ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് മോഡ് എക്സ് എന്താ വരിക? ദറ്റ് ഈസ് എക്സ് ആണ് വരിക. അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എക്സ് ലെസ് ദാൻ 0 ആവുന്ന കേസിൽ മോഡുലസ് ഓഫ് എക്സ് എന്ത് വരും? -x ആണ് വരിക അല്ലേ? ഏത് എക്സ് ആണോ നെഗറ്റീവായിട്ടുള്ള ഏത് നമ്പറാണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ നെഗറ്റീവാണ് നമ്മൾ മോഡുലസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണല്ലോ കണ്ടീഷൻ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ f(x) ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതല്ലേ കണ്ടീഷൻ. അപ്പം 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ലേ? ഈക്വൽ ടു 0 എന്നുള്ള കേസിലേക്ക് വരും. ഇനി -1 to 1 എന്നുള്ള റേഞ്ച് മാത്രം നോക്കിയാൽ പോരെ. നോക്കി, ഏത് ഫംഗ്ഷൻ എടുത്താലും അതിൻ്റെ മോഡുലസ് വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? മോഡുലസ് ഓഫ് 1.5 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1.5 വരും. മോഡുലസ് ഓഫ് -0.5 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0.5 വരും. അപ്പം ഏത് വാല്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ എന്താ വരുന്നത്? പോസിറ്റീവ് നമ്പേഴ്സാണ് വരുന്നത് ആണല്ലോ. അപ്പോൾ ഷുവർലി എന്ത് പറയാം? ഷുവർലി f(x) ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. കാര്യം മനസ്സിലായല്ലേ? മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും പോസിറ്റീവ് നമ്പേഴ്സാണ്. -2ൻ്റെ മോഡുലസ് എടുത്താലും നമുക്ക് എന്താ കിട്ടുക? 2 ആണ് കിട്ടുക. പക്ഷേ ഇറ്റ് ഈസ് ആക്ച്വലി നമ്മൾ എടുക്കുന്ന നമ്പറിന് നെഗറ്റീവാണ്, പക്ഷേ കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ അത് പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ f(x) എന്ന് പറയുന്നത് എല്ലാ കേസിലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ സെക്കൻഡ് കണ്ടീഷനോടെ നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx ഈക്വൽ ടു 1 ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx എടുക്കുകയാണേ. ദെൻ നോക്കിക്കേ, -∞ മുതൽ -1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 0 ആണ്. -1 മുതൽ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ മോഡുലസ് ഓഫ് എക്സ് വരും. ദെൻ 1 മുതൽ ഇൻഫിനിറ്റി വരെ എന്ത് വരും? 0 വരും അല്ലേ? അപ്പോൾ -1 മുതൽ 1 വരെയല്ലേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? ഈ ഇൻ്റർവെല്ലിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. -∞ ടു -1 f(x) dx പ്ലസ് ഇൻ്റഗ്രൽ -1 ടു 1 f(x) dx പ്ലസ് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി f(x) dx. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാലോ. ദാറ്റ്സ് ഈക്വൽ ടു നോക്കി, -∞ മുതൽ -1 വരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 0. ഇതും 0 ആണ് അല്ലേ? ആകെപ്പാടെ -1 to 1 മാത്രമല്ലേ ഫംഗ്ഷന് വേറെ വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ദിസ് ഇൻ്റഗ്രൽ ഈക്വൽ ടു -1 to 1 f(x) dx എന്നെടുക്കുക അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1 മോഡുലസ് ഓഫ് എക്സ് dx. ദെൻ നോക്കിക്കേ, നെഗറ്റീവ് നമ്പേഴ്സിനെ സംബന്ധിച്ച് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ്, ദാറ്റ് ഈസ് -x ആണ്. പോസിറ്റീവ് നമ്പേഴ്സിനെ സംബന്ധിച്ച് എക്സ് ആണ് അല്ലേ? അപ്പം ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുവാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എവിടെ വരെ വരും? -1 to 0 വരും. ദെൻ എന്ത് വരും? മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? -x ആണ് വരിക. -x dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 x dx. That's equal to minus of, what is the integral of x? That is x square by 2 between the limits -1 to 0. Then here x in integral എന്ത് വരും? x square by 2 between the limits 0 to 1 വരും അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു, നോക്കിയാൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി പോവും? 0 ആയി പോകും അല്ലേ? 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് സ്റ്റാർട്ട് ചെയ്തു. എഗെയിൻ ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇത് എന്തായി പോവും? പ്ലസ് ആവും അല്ലേ? ദിസ് പ്ലസ് എന്ത് വരും? ലോവർ ലിമിറ്റ് -1 ആണ്. -1ൻ്റെ സ്ക്വയർ എന്താ വരിക? 1 വരും. ദറ്റ് ഈസ് 1/2 പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/2 പ്ലസ് 1/2 കിട്ടും അല്ലേ? 1/2 പ്ലസ് 1/2 എന്താ വരിക? 1 കിട്ടും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെയർഫോർ വാട്ട്സ് ദ കൺക്ലൂഷൻ? f(x) ഈക്വൽ ടു നമുക്ക് തന്നിരുന്ന ഫംഗ്ഷൻ മോഡുലസ് ഓഫ് എക്സ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു 0 എൽസ്വെയർ ഈസ് എ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. പ്രോബ്ലം ചെയ്യുന്ന ക്ലിയർ ആണല്ലോ അല്ലേ? ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രണ്ട് കണ്ടീഷൻ f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യുക, -∞ ടു ഇൻഫിനിറ്റി f(x) dx ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യുക. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ ഇത് സമ്മേഷൻ ആവും, കണ്ടിന്യൂസ് ആകുമ്പോൾ ഇൻ്റഗ്രൽ ആവും. ഇതാണ് ഡിഫറൻസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു.